ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ അൽ ബീഅത്തു സലീമ എന്ന കവിത പഠിക്കാം. അൽ ബീഅത്തു സലീമ, സുരക്ഷിതമായ പരിസ്ഥിതി, ആരോഗ്യകരമായ പരിസ്ഥിതി. ഫിൽ ബീഅത്തി സലീമത്തി ഹയാത്തുനൽ കരീമത്തു, ആരോഗ്യകരമായ സുരക്ഷിതമായ നല്ല പരിസ്ഥിതിയിലാണ് ഹയാത്തുനൽ കരീമത്തു, നമ്മുടെ നല്ല ജീവിതം ഇരിക്കുന്നത്. ജീവിതം മാത്രമല്ല, വറാഹത്തുൽ അമീമത്തു, വ്യാപകമായ സുഖം, അല്ലെ, നല്ല സുഖവും, വൽ ബഹജത്തുൽ അലീമത്തു, മഹത്തായ ആനന്ദം, വലിയ ആനന്ദവും സുഖവും നല്ല ജീവിതവും ഒക്കെ എവിടെയാണുള്ളത്? ഫിൽ ബീഅത്തി സലീമ, ആരോഗ്യകരമായ പരിസ്ഥിതിയിലാണുള്ളത്. പിന്നെയോ ലാ തുലവ്വിസുഹ, പരിസ്ഥിതിയെ നിങ്ങൾ മലിനമാക്കരുത്. ഹയ്യഹ്ഫളുഹ, വരൂ നമുക്കത് വൃത്തിയാക്കാം, പരിസ്ഥിതിയെ ക്ലീനാക്കാം, മലിനമാക്കരുത്. മിൻ ആഫത്തിൽ ഖുമാമത്തി, മാലിന്യം എന്ന ആഫത്തിൽ നിന്നും നമുക്കതിനെ വൃത്തിയാക്കാം. ആഫത്ത് മീൻസ് അപകടം. മാലിന്യത്തിൽ നിന്നും പ്രകൃതിയെ സംരക്ഷിക്കാം. വൽ ആദത്തി ദമീമത്തി, നിന്ദ്യമായ മോശമായ പതിവുകളിൽ നിന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കാം. മോശമായ പതിവ് എന്ന് പറഞ്ഞാൽ എന്താ? പുഴയിലേക്കും മറ്റും മാലിന്യങ്ങൾ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാം, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. ഫഅൻതുമു ബനുഹ, നിങ്ങൾ അതിൻ്റെ മക്കളാണ്, നിങ്ങൾ ഈ പരിസ്ഥിതിയുടെ മക്കളാണ്. വഹിയ ബിക്കും റഹീമ, അത് നിങ്ങൾക്കൊരു കാരുണ്യമാണ്, നിങ്ങളോട് കരുണയുള്ളതാണ് പ്രകൃതിക്ക്. ഫൽ ഈശത്തുൽ ഹനീഅത്തു, സ്വസ്ഥമായ ജീവിതം, ഫിൽ ബീഅത്തി സലീമ, സുരക്ഷിതമായ ആരോഗ്യകരമായ പരിസ്ഥിതിയിലാണുള്ളത്. ഫൽ ഈശത്തുൽ ഹനിഅ, സ്വസ്ഥമായ ജീവിതം എവിടെയാണുള്ളത്? ഫിൽ ബീഅത്തി സലീമ, ആരോഗ്യകരമായ പരിസ്ഥിതിയിലാണുള്ളത്. ഇനി ഈ കവിത വായിച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നഖ്താറു മിൻ നഷീദ, ആ പാട്ടിൽ നിന്നും നമുക്ക് നഖ്താറു സെലക്ട് ചെയ്യാം. അൽ അൽഫാല, വാക്കുകൾ. ഏത് വാക്കുകളാണ് സെലക്ട് ചെയ്യേണ്ടത്? അൽ മഖ്തൂമത ബി ത, അല്ലേ, ഈ ത മർബൂത്ത, ഈ താന് എന്താ പറയുക? ത ഉൻ മർബൂത്തത്തുൻ, ഈ ത മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. സലീമത്ത്, കരീമത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലേ. അതേപോലെ കവിതയുടെ വരിയുടെ അവസാനത്തിൽ വരുന്ന താവ് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. സലീമത്ത്, കരീമത്ത്, പിന്നെയോ അമീമത്ത്, അലീമത്ത്, ഖുമാമത്ത്, ദമീമത്ത്, ഹനീഅത്ത്, റഹീമത്ത്, സലീമത്ത്, ഇവയൊക്കെയാണ് എഴുതേണ്ടത്. ആ വാക്കുകളൊക്കെ ഇവിടെ എഴുതുക. ഇനി നുറത്തിബ് സുത്തൂറ, വരികൾ ക്രമീകരിക്കാം. എങ്ങനെ ക്രമീകരിക്കുക? ഇവിടെ വരികളിലുള്ള, നമ്മുടെ കവിതയിലെ വരികളിലുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ യോജിപ്പിച്ചുകൊണ്ട് കവിതയിലെ വരികൾ ഇവിടെ എഴുതാം. ഫഅൻതുമു എന്ന് കാണുന്നുണ്ട്, വഹിയ, വൽ ബഹജത്ത്, ഇതൊക്കെയാണുള്ളത്, അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഓരോ വാക്കെടുത്തുകൊണ്ട് കവിതയിലെ വരികൾ ഓർഡറാക്കി എഴുതാം. ബിക്കും, ബനൂഹ, വറാഹത്ത്, അൽ അലീമത്ത്, അൽ അമീമത്ത്, റഹീമത്ത്, അല്ലേ. എങ്ങനെയൊക്കെയാണ് വരികളുള്ളത്? വറാഹത്തുൽ അമീമത്തു വൽ ബഹജത്തുൽ അലീമത്തു. അപ്പോൾ വറാഹത്തുൽ അമീമത്തു വൽ ബഹജത്തുൽ അലീമത്തു എന്നിവിടെ എഴുതുക. പിന്നെ ഫഅൻതുമു ബനൂഹ വഹിയ ബിക്കും റഹീമ, അതും ഒരു വരിയാണ്. ആ രണ്ട് വരികൾ ഇവിടെ എഴുതുക. ഇനി നഖ്താർ സുത്തൂറ മിനൽ മൻലൂമി വനക്തുബു, കവിതയിൽ നിന്നും വരികൾ, സുത്തൂർ വരികൾ കണ്ടെത്തി എഴുതണം. ഏതൊക്കെ വരികളാണ് കണ്ടെത്തേണ്ടത്? ഇവിടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അടങ്ങിയിരിക്കുന്ന വരികളാണ് എഴുതേണ്ടത്. ചോദ്യം എന്താണെന്ന് നോക്കാം. മാതാഫിൽ ബീഅത്തി സലീമത്തി, ആരോഗ്യകരമായ ബീഅത്തിൽ, പരിസ്ഥിതിയിൽ എന്താണുള്ളത്? ഒന്നാമത്തെ വരി, ഒന്നാമത്തെയും രണ്ടാമത്തെയും വരിയാണ് അതിൻ്റെ ഉത്തരം, അല്ലേ. ഫിൽ ബീഅത്തി സലീമത്തി ഹയാത്തുനൽ കരീമത്തു വറാഹത്തുൽ അമീമത്തു വൽ ബഹജത്തുൽ അലീമത്തു, ആരോഗ്യകരമായ പരിസ്ഥിതിയിൽ നമ്മുടെ നല്ല ജീവിതവും പിന്നെ നമുക്ക് സുഖവും ആനന്ദവും ഒക്കെ ഉണ്ട്. അടുത്ത ചോദ്യം, ഐന തക്കൂനുൽ ഈശത്തുൽ ഹനീഅത്തു, സ്വസ്ഥമായ ജീവിതം എവിടെയാണ് ഉണ്ടാവുക? അത് അവസാനത്തെ വരിയിലുണ്ടല്ലേ. ഫൽ ഈശത്തുൽ ഹനീഅത്തു ഫിൽ ബീഅത്തി സലീമ, സുരക്ഷിതമായ പരിസ്ഥിതിയിലാണ് സ്വസ്ഥമായ ജീവിതം ഉള്ളത്.
ഇനി ഇവിടെ കുറേ മുഫ്രദായ വാക്കുകളും ആ മുഫ്രദായ വാക്കുകളുടെ ജംഉകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. സൂറത്ത് ചിത്രം, അതിൻ്റെ ജമ്മാണ് സുവർ ചിത്രങ്ങൾ. നെഹ്ർ പുഴ, ജമ്മ് അൻഹാർ. മസ്കനുൻ താമസസ്ഥലം, ജമ്മ് മസാക്കിനു. ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ഇല്ലാത്ത ചില വാക്കുകളുണ്ട്. തൻവീൻ ഇല്ലാതെ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക് തൻവീൻ ഇടാൻ പാടില്ല. മസാക്കിനു എന്നാണ് പറയേണ്ടത്, മസാക്കിനുൻ എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കണം അത്. മൻദറുൻ മനാദിറു, ഇവിടെയും തൻവീൻ ഇടാൻ പാടില്ല. യൗമുൻ അയ്യാമുൻ, മൻദർ കാഴ്ച, മനാദിറു. യൗമുൻ ദിവസം, അയ്യാമുൻ. കാറൂറത്ത് കാറൂറാത്തുൻ ബോട്ടിൽസ്. സമക്കുൻ അസ്മാക്കുൻ മത്സ്യങ്ങൾ. ഹൈവാനുൻ ഹൈവാനാത്തുൻ മൃഗങ്ങൾ. ത്വാഇറുൻ ത്വയ്റുൻ പക്ഷികൾ. അഹുൻ ഇഹ്വാനുൻ സഹോദരങ്ങൾ. മുഷ്കിലത്തുൻ മഷാക്കിലു പ്രശ്നങ്ങൾ. കബീറുൻ കിബാറുൻ വലിയവർ. സ്വഗീറുൻ സിഗാറുൻ ചെറിയവർ. റജുലുൻ റിജാലുൻ പുരുഷന്മാർ. മർഅത്തുൻ നിസാഉൻ സ്ത്രീകൾ. ത്വാലിബുൻ തുല്ലാബുൻ വിദ്യാർത്ഥികൾ. ത്വാലിബത്തുൻ ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. യൗമുൻ അയ്യാമുൻ ദിവസങ്ങൾ. അത് 2 പ്രാവശ്യമാണ്. ഇതോടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ യൂണിറ്റ് പറയാം.